ഹലോ, നിങ്ങളുടെ തലയിലൊരു കിടിലൻ ഐഡിയ ഉണ്ടോ? അതിനെ എങ്ങനെ ഒരു റിയാലിറ്റി ആക്കാം എന്ന് ആലോചിച്ചിരിക്കുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ആ വലിയ ആശയത്തെ അതിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിലേക്ക്, അതായത് ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് അഥവാ MVP ആക്കി മാറ്റാനുള്ള ഒരു 5 പോയിന്റ് ചെക്ക് ലിസ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരുവിധം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ? നമ്മുടെ തലയിലൊരു ബൾബ് കത്തും, ഒരു അടിപൊളി ഐഡിയ. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷനാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകും, ഒന്നും പിടികിട്ടില്ല. ഈ ഒരു അവസ്ഥ ഇത് വളരെ കോമണാണ്. പക്ഷേ പേടിക്കേണ്ട, ഇതിനൊരു സൊല്യൂഷനുണ്ട്. അതെ, ആ പരിഹാരം ഇതാണ്: ഒരു MVP ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഈ MVP എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പക്ഷെ വർക്ക് ചെയ്യുന്നൊരു വേർഷൻ. അത്രയുള്ളൂ. ഇത് നമുക്ക് മാർക്കറ്റിലിറക്കാം, എന്നിട്ട് റിയൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങാം. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നാ വലിയ ചോദ്യത്തിനുള്ള ഏറ്റവും സ്മാർട്ടായ ഉത്തരം ഒരു MVP പ്ലാൻ ചെയ്യുക എന്നതാണ്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം. ഏതൊരു ഐഡിയയും ഒരു റിയാലിറ്റി ആക്കാൻ ഏറ്റവും വേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാലോചിച്ച് നോക്കൂ. അതെ, സമയവും പിന്നെ അത് ചെയ്യാൻ വേണ്ട ആളുകളും. ഈ 2 പാളിയാലേ പിന്നെ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ടൈം ലൈനാണ്, ഒരു പ്ലാൻ. ഓരോ മാസവും നമ്മൾ എവിടെ എത്തണം എന്നതിന് ഒരു ക്ലിയർ ടാർഗറ്റ് വേണം. ഇപ്പോൾ ആദ്യത്തെ മാസം റിസർച്ച്, 2ാമത്തെ മാസം കോർ ഫീച്ചറുകൾ ഉണ്ടാക്കുക, അങ്ങനെ. പക്ഷേ ഇവിടെ ഒരു പ്രോട്ടിപ്പുണ്ട്. എപ്പോഴും കുറച്ച് ബഫർ ടൈം കൂടി കണക്ക് കൂട്ടണം. കാരണം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രൊജക്റ്റ് മൊത്തത്തിൽ താളം തെറ്റാതിരിക്കാൻ ഈ ബഫർ ടൈം നമ്മളെ സഹായിക്കും. ഒരു ടൈം ലൈൻ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പോരല്ലോ. അത് നടപ്പിലാക്കാൻ കറക്റ്റ് ആളുകൾ വേണ്ടേ? ഓരോ റോളും ശരിക്കും ക്രൂഷ്യലാണ്. നിങ്ങളുടെ ഐഡിയയെ കോഡാക്കി മാറ്റുന്ന ഡെവലപ്പർ, അതിനൊരു ഭംഗിയുള്ള രൂപം കൊടുക്കുന്ന ഡിസൈനർ, പിന്നെ അതിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന മാർക്കറ്റിംഗ് ടീം, ഇവരെയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ. ചിലപ്പോൾ നമുക്ക് ഫ്രീലാൻസർമാരെയോ അല്ലെങ്കിൽ അഡ്വൈസർമാരെയൊക്കെ പുറത്തൊന്നും സഹായത്തിന് വിളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ടൈം ലൈൻ ഉണ്ട്, അത് ചെയ്യാനുള്ള ഒരു ടീമും ഉണ്ട്. ഇനി ഈ ടീമിന് വർക്ക് ചെയ്യാനുള്ള ഫ്യൂവൽ വേണ്ടേ? ആ ഫ്യൂവലാണ് ശരിയായ ടൂൾസും പിന്നെ കറക്റ്റായ ഒരു ബഡ്ജറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്യൂവൽ അത് തന്നെയാണ് ഈ ടൂൾസ്. ഡെവലപ്പർമാർക്ക് കോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ, ഡിസൈനർമാർക്ക് അവരുടെ ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ, പിന്നെ എല്ലാവർക്കും തമ്മിൽ സംസാരിക്കാനും സഹകരിക്കാനും വേണ്ട കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം വിജയിച്ചു എന്നറിയാനുള്ള അനലിറ്റിക്സ് ടൂൾസ്. ഇവ ഓരോന്നും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയെ ഒരു റിയാലിറ്റിയാക്കി മാറ്റാനുള്ള ഓരോ ആയുധങ്ങളാണ്. ഇനി കാശിൻ്റെ കാര്യം. പണം എവിടെ, എങ്ങനെ ചെലവാക്കണം എന്നതിനൊരു ക്ലിയർ പ്ലാൻ വേണം. അതാണ് ബഡ്ജറ്റ്. ഇപ്പോഴീ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ടീമിനു വേണ്ടിയായിരിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചെറിയ 5%. അത് അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഒരു കണ്ടിൻജൻസി ഫണ്ട്. ടൂൾസിനും മറ്റു കാര്യങ്ങൾക്കുമൊപ്പം ഇതും കൂടി പ്ലാൻ ചെയ്താൽ നമ്മുടെ ഫൈനാൻഷ്യൽ സൈഡ് സേഫാകും. ശരി, നമ്മൾ പ്ലാനിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എന്തോ നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു സേഫ്റ്റി നെറ്റ് പോലെയാണ്, നമ്മുടെ പ്രൊജക്റ്റിനെ സംരക്ഷിക്കാനുള്ള ഒരു സുരക്ഷാവലയം. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അതിനൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പെട്ടെന്നൊരു ദിവസം ജോലി വിട്ടുപോയാൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തൊരു സോഫ്റ്റ്വെയറിന് ഭയങ്കര വിലയാണെങ്കിലോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു പ്ലാൻ ബി ഉണ്ടാക്കി വെച്ചാൽ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ഈസിയായി രക്ഷപ്പെടാം. ഓർക്കുക, ഇത് പേടിച്ചിട്ട് ചെയ്യുന്നതല്ല, ഇതൊരു മുൻകരുതലാണ്. അപ്പോൾ ഇതാണ് ആ 5 പോയിന്റ് ചെക്ക് ലിസ്റ്റ്. 1 സമയം, 2 ആളുകൾ, 3 ടൂൾസ്, 4 ബഡ്ജറ്റ്, 5 റിസ്ക് മാനേജ്മെന്റ്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ കയ്യിലൊരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റായി. നിങ്ങളുടെ ഐഡിയയെ ഒരു റിയാലിറ്റി ആക്കാനുള്ള ഒരു വ്യക്തമായ വഴി. അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഈ പ്രൊജക്റ്റ് വിജയകരമായി തീർക്കാൻ ആവശ്യമായ സമയം, ടൂൾസ്, പിന്നെ ആളുകൾ, ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് കോമ്പിനേഷൻ എൻ്റെ കയ്യിലുണ്ടോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. നിങ്ങളുടെ ആശയവുമായി മുന്നോട്ടു പോകാൻ നിങ്ങൾ 100% റെഡിയാണ്.